തളപതി വിജയുടെ പുതിയ പടം ജനനായകൻ ജനുവരി 9 റിലീസാവാനിരിക്കെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെ ഒത്തിരി പ്രൊമോഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ ശിവകാർത്തികേയന്റെ പരാശക്തി എന്ന സിനിമയുടെ റിലീസ് ഡേറ്റിൽ മാറ്റം വരുന്നത്. നമുക്കറിയാം ഇത് പക്കാ പൊളിറ്റിക്കൽ ഗെയിമാണെന്ന്. സതുരംഗവേട്ടை, തീരൻ അധികാരമുണ്ട്, വലിമൈ, തുനിവ് തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടർ എച്ച് വിനോദിന്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമയാണ് ജനനായകൻ. ദളപതി വിജയ് പോലീസ് വേഷത്തിലെത്തുന്ന സിനിമ ബാലയ്യയുടെ ഭഗവത് കേസരി എന്ന തെലുങ്ക് പടത്തിന്റെ റേറ്റ്സ് വാങ്ങിയിട്ടുള്ളതായിട്ട് അറിയാം. എന്ത് തന്നെ റീമേക്ക് ആണെങ്കിലും എച്ച് വിനോദ് തന്റേതായ സ്റ്റൈലിൽ എങ്ങനെയായിരിക്കും ഈ സിനിമ ഉണ്ടാക്കിയതെന്ന ആകാംക്ഷയിലാണ് ഫാൻസ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ദളപതി വിജയ് ഫാൻസിന് വേണ്ടി മാത്രമാണ് സിനിമകൾ ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ പുള്ളിയുടെ അവസാന സിനിമയെന്ന നിലയിൽ ജനനായകൻ ആഘോഷമാക്കാനിരിക്കുന്നതിനിടെയാണ് ശിവകാർത്തികേയന്റെ പരാശക്തിയുടെ ഡേറ്റ് മാറ്റവും വരുന്നത്. ഇരുതി സുട്രി, സൂര്യ റിപ്പോർട്ടർ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത സുധാ കോങ്കരയുടെ ഡയറക്ഷനിൽ വരുന്ന സിനിമയായിരുന്നു പരാശക്തി. ശിവകാർത്തികേയൻ, രവി മോഹൻ, അഥർവ എന്നിവരാണ് പ്രധാന നടന്മാരായി സിനിമയിലെത്തുന്നത്. 2026 ജനുവരി 14 സിനിമയുടെ റിലീസ് ഡേറ്റ്. ഇപ്പോൾ ജനുവരി 14 നിന്നും ജനുവരി 10 പടത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയത് ശിവകാർത്തികേയൻ വിജയ് ഫാൻസിനിടെ വലിയൊരു ഫാൻ വാറിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. തളപതി വിജയ് നായകനായി വന്ന ഗോട്ട് എന്ന സിനിമയിൽ ശിവകാർത്തികേയൻ ക്യാമിയോ റോളിലെത്തിയതും വിജയ് തോക്ക് കൊടുത്ത സീനുമൊക്കെ അവർ എന്തുദ്ദേശിച്ചു വെച്ചതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കെ ആ അവസരം ശിവകാർത്തികേയൻ മുതലെടുക്കുകയാണെന്ന രീതിയിലാണ് പല വിമർശനങ്ങളും. 2 സിനിമകളും പൊങ്കൽ റിലീസായിട്ടാണ് എത്തുന്നത്. കൃത്യം ജനുവരി 9 റിലീസ് ഉറപ്പിച്ച ജനനായകന് മര്യാദ നൽകും വിധം പല സിനിമകളും റിലീസ് ഡേറ്റുകൾ മാറ്റിവെച്ചു. ആ സമയത്താണ് പരാശക്തിയുടെ പുതിയ റിലീസ് ഡേറ്റ് വിജയ് ഫാൻസിനെ അസ്വസ്ഥരാക്കിയത്. 2026 തമിഴ്നാട് CM ഇലക്ഷനിൽ നടൻ വിജയ് മത്സരിക്കുന്നതും ഇക്കഴിഞ്ഞ 2 വർഷങ്ങളിൽ പുള്ളി സജീവമായി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ തുടങ്ങിയ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഒത്തിരി പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കെയാണ് പുള്ളി തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നതായും ജനനായകൻ തന്റെ അവസാന സിനിമയായിരിക്കുമെന്നുമൊക്കെ പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ റൂളിംഗ് പാർട്ടിയായ DMKയെ വിമർശിക്കുന്നതും അവർക്കെതിരായ രാഷ്ട്രീയ ചുവടുവയ്പ്പുകളും നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇടയ്ക്കുണ്ടായ കരൂർ ദുരന്തവും വിജയുടെ പൊളിറ്റിക്കൽ കരിയറിനെ ഇല്ലാതാക്കുമെന്നൊക്കെ പലരും കരുതിയെങ്കിലും സുപ്രീം കോർട്ട് കേസ് CBIക്ക് കൈമാറിയതുമൊക്കെ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സംഭവങ്ങൾ വാർത്തകളിൽ മറ്റും നമ്മൾ കണ്ടിരുന്നു. വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഉറപ്പായും DMKയും TVKയും തമ്മിലാണ് മത്സരമെന്നും നടൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നിരുത്തി ചിന്തിച്ചപ്പോൾ ഇതിനു പുറകിലും ഒരു പക്ക പൊളിറ്റിക്കൽ പ്ലേ ഉണ്ടെന്ന് തോന്നി. സാധാരണ വിജയുടെ പടങ്ങളുടെ റിലീസിന് മുമ്പ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് പതിവാണ്. പക്ഷേ ഇതൊരു പക്ക പൊളിറ്റിക്കൽ മൂവ് തന്നെയാണ്. പരാശക്തി റെഡ് ജയന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പടം കൂടിയാണ്. ഉദയനിധി കുടുംബത്തിന്റെ ഭാഗമായ റെഡ് ജയന്റിന്റെ സ്വാധീനം ഇവിടെ നന്നായി കാണാം. സംഭവം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഫാൻസ് വാറിന് തിരികൊളുത്തിയിരിക്കുന്നത്. സിനിമ എന്ന ആർട്ടിനപ്പുറം പൊളിറ്റിക്സ് വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇവിടെ. 1000 കോടി ബോക്സ് ഓഫീസ് എന്ന തമിഴ് സിനിമയുടെ സ്വപ്നം ഇന്നും വെറും സ്വപ്നം മാത്രമാണ്. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാലിബറുള്ള ഒരു നടൻ കൂടിയാണ് വിജയ്. അതിന് പുള്ളിയുടെ പടങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് ഉദാഹരണം. അവസാനം വന്ന ലിയോയും ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിട്ട് പോലും നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ എടുത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ജനനായകനും അതിനേക്കാൾ വലിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന ഭയമാവും ഇത്തരത്തിൽ ക്ലാഷ് വെച്ച് നശിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ജനനായകൻ തമിഴ്നാട്ടിൽ സ്ക്രീനുകൾ വെട്ടിക്കുറച്ചതിനും കാരണം. ജനനായകൻ വസിസ് പരാശക്തി എന്ന കോൺട്രവേഴ്സിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്തായാലും 2 സിനിമകളും പൊങ്കൽ റിലീസായി എത്തുന്നത് കേരളത്തിലും വലിയൊരു ഓളമുണ്ടാക്കുമെന്ന് തോന്നുന്നു. പൊങ്കൽ ക്ലാഷ് പൊളിറ്റിക്കൽ ക്ലാഷ് ആവുമ്പോൾ തമിഴ്നാട്ടിൽ വലിയൊരു കോലുകൾക്കം സൃഷ്ടിക്കുമെന്ന് തന്നെ കരുതാം. റിലീസ് ഡേറ്റിനെ പറ്റിയുള്ള പരാശക്തി പ്രൊഡ്യൂസറിന്റെ പ്രതികരണവും വളരെ ജെന്യൂൻ ആണെങ്കിലും ഈ ക്ലാഷിന്റെ ആവശ്യകത എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജനനായകൻ വസിസ് പരാശക്തി കോൺട്രവേഴ്സിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് മൂവീസ്, പാട്ടുകളില്ലാതെ വന്ന സിനിമകൾ, മലയാളത്തിലെ ഭാവി നടന്മാർ, മികച്ച 10 മെയിലിഗോ സിനിമകൾ എന്നീ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.